ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജമൈക്കൻ പ്രധാനമന്ത്രി ആൻഡ്രൂ ഹോൾനസുമായുള്ള ഉഭയകക്ഷി കൂടിക്കാഴ്ച ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. വിവിധ ധാരണാപത്രങ്ങളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവയ്ക്കും. ജമ്മുകശ്മീരിൽ മൂന്നാംഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. 11 മണിവരെ രേഖപ്പെടുത്തിയത് 28% പോളിംഗ്. സ്വച്ഛ് ഭാരത് മിഷന് നാളെ 10 വയസ്സ്. 9,600 കോടി രൂപയുടെ ശുചിത്വ പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നാളെ തുടക്കം കുറിക്കും. വയോജനങ്ങളുടെ സംരക്ഷണം സമൂഹത്തിന്റെ കൂടി ഉത്തരവാദിത്തമാണെന്ന ഓർമ്മപ്പെടുത്തലുമായി ഇന്ന് അന്താരാഷ്ട്ര വയോജന ദിനം. ഇന്ത്യ ബംഗ്ലാദേശ് രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റ് കാൺപൂരിൽ പുരോഗമിക്കുന്നു. നേപ്പാളിൽ വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലിലും മരിച്ചവരുടെ എണ്ണം 217ആയി. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജമൈക്കൻ പ്രധാനമന്ത്രി ആൻഡ്രൂ ഹോൾനസുമായി നടത്തുന്ന ഉഭയകക്ഷി കൂടിക്കാഴ്ച ന്യൂഡൽഹിയിലെ ഹൈദരാബാദ് ഹൌസിൽ പുരോഗമിക്കുന്നു. ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടുള്ള ധാരണാപത്രങ്ങളിലും കരാറുകളിലും ഇരു രാജ്യങ്ങളും ഒപ്പുവയ്ക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാഷ്ട്രപതിയുമായും ഉപരാഷ്ട്രപതിയുമായും ജമൈക്കൻ പ്രധാനമന്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. രാജ്ഘട്ട് സന്ദർശിച്ച അദ്ദേഹം രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചിരുന്നു. 4 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ ആൻഡ്രൂ ഹോൾനസ് വാണിജ്യ വ്യവസായ മേഖലയിലെ പ്രമുഖരുമായും സംവദിക്കും. വാരാണസിയും അദ്ദേഹം നാളെ സന്ദർശിക്കും. ജമ്മുകാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മൂന്നാമത്തെയും അവസാനത്തെയും ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. 11 മണിവരെ രേഖപ്പെടുത്തിയത് 28.12% പോളിംഗ്. എല്ലാ വോട്ടർമാരും സമ്മതിദാനാവകാശം വിനിയോഗിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭ്യർത്ഥിച്ചു. ജമ്മുകശ്മീരിലെ 7 ജില്ലകളിലെ 40 നിയമസഭാ മണ്ഡലങ്ങളിലാണ് ഇന്ന് വോട്ടെടുപ്പ്. രാവിലെ 7-ന് ആരംഭിച്ച പോളിംഗ് വൈകിട്ട് 6 മണിവരെ നീളും. പോളിംഗ് ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിരയാണ് കാണപ്പെടുന്നത്. 39 ലക്ഷത്തിലധികം പേരാണ് 5060 പോളിംഗ് ബൂത്തുകളിലായി ഈ ഘട്ടത്തിൽ സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നത്. ജമ്മുകശ്മീരിൽ 3 ഘട്ടങ്ങളായി നടക്കുന്ന തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ഈ മാസം 8-നാണ്. ഒന്നാം ഘട്ടത്തിൽ 61%, രണ്ടാം ഘട്ടത്തിൽ 57% പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നു. ജമ്മുകശ്മീരിലെ എല്ലാ വോട്ടർമാരും സമ്മതിദാനാവകാശം വിനിയോഗിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹ മാധ്യമത്തിലൂടെ ആഹ്വാനം ചെയ്തു. കന്നി വോട്ടർമാരുടെയും സ്ത്രീകളുടെയും മികച്ച പങ്കാളിത്തം ഇത്തവണ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ആകാശവാണി. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിനായുള്ള പ്രചാരണം ഊർജിതമായി പുരോഗമിക്കുന്നു. 90 നിയമസഭാ സീറ്റുകളിലേക്ക് ഈ മാസം 5-നാണ് വോട്ടെടുപ്പ്. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രമുഖ നേതാക്കൾ തെരഞ്ഞെടുപ്പ് റാലികളിലും റോഡ് ഷോയിലും സജീവമാണ്. ഫരീദാബാദിൽ ഇന്ന് നടക്കുന്ന തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദി പങ്കെടുക്കും. അംബാലയിൽ നടന്ന കോൺഗ്രസ് പ്രചാരണ യോഗത്തിൽ മുതിർന്ന നേതാക്കളായ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇന്നലെ പങ്കെടുത്തിരുന്നു. രാജ്യത്ത് സമ്പൂർണ്ണ ശുചിത്വം ലക്ഷ്യമിട്ടുള്ള ബഹുജന പ്രസ്ഥാനങ്ങളിൽ ഒന്നായ സ്വച്ഛ് ഭാരത് മിഷൻ ആരംഭിച്ചിട്ട് നാളെ ഗാന്ധി ജയന്തി ദിനത്തിൽ 10 വർഷം പൂർത്തിയാകും. ന്യൂഡൽഹിയിൽ നാളെ നടക്കുന്ന വാർഷിക ആഘോഷ പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 9,600 കോടിയിലധികം രൂപയുടെ ശുചിത്വ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന് കീഴിൽ ഇതുവരെ 17 കോടിയിലധികം ജനങ്ങളുടെ പൊതു പങ്കാളിത്തത്തോടെ 19.70 ലക്ഷത്തിലധികം പരിപാടികൾ പൂർത്തിയാക്കി. ഇതിനു പുറമെ ഏക് പേഡ് മാ കെ നാം ക്യാമ്പയിന് കീഴിൽ 45 ലക്ഷം വൃക്ഷത്തൈകളും രാജ്യത്തെമ്പാടും നട്ടുപിടിപ്പിച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ന് വാഷിംഗ്ടൺ DC-യിൽ US വിദേശകാര്യമന്ത്രി ആന്റണി ബ്ലിങ്കനുമായി കൂടിക്കാഴ്ച നടത്തും. യുക്രൈൻ യുദ്ധം, പശ്ചിമേഷ്യൻ പ്രതിസന്ധി ഉൾപ്പെടെ വിവിധ വിഷയങ്ങൾ ഇരുവരും ചർച്ച ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. US വാണിജ്യ സെക്രട്ടറി ഉൾപ്പെടെയുള്ള പ്രമുഖരുമായും ശ്രീ ജയശങ്കർ ഇന്നലെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന X ഹാൻഡിലും സന്ദർശിക്കാം. വയോജനങ്ങളുടെ സംരക്ഷണം സമൂഹത്തിന്റെ കൂടി ഉത്തരവാദിത്തമാണെന്ന ഓർമ്മപ്പെടുത്തലുമായി ഇന്ന് അന്താരാഷ്ട്ര വയോജന ദിനം. ദിനാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനവും വയോ സേവന അവാർഡ് ദാനവും മന്ത്രി R ബിന്ദു തിരൂരിൽ നിർവഹിച്ചു. അന്തസ്സോടെ വാർദ്ധക്യത്തിലേക്ക് എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. വയോജന ദിനത്തോടനുബന്ധിച്ച് രാജ്യത്തുടനീളം നിരവധി പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. മുതിർന്ന പൌരന്മാരുടെ ക്ഷേമത്തിന് നിരവധി പദ്ധതികളാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. 56 വർഷം മുൻപ് വിമാന അപകടത്തിൽ മരിച്ച മലയാളി സൈനികന്റെ മൃതദേഹം കണ്ടെത്തി. പത്തനംതിട്ട ഇലന്തൂർ സ്വദേശി തോമസ് ചെറിയാന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്.
1968 ഫെബ്രുവരി 7-ന് 103 പേരുമായി ചണ്ഡിഗഡിൽ നിന്ന് ലേയിലേക്ക് പോയ വ്യോമസേനാ വിമാനം തകർന്നു വീണ് തോമസ് ചെറിയാൻ ഉൾപ്പെടെയുള്ളവരെ കാണാതാവുകയായിരുന്നു. കാണാതാകുമ്പോൾ തോമസ് ചെറിയാന് 22 വയസ്സായിരുന്നു. ഇന്ത്യൻ ആർമിയുടെ ഡോഗ്ര സ്കൌട്ട്സ്, തിരങ്ക മൌണ്ടൻ റെസ്ക്യൂ എന്നിവരടങ്ങുന്ന സംയുക്ത സംഘം നാരായൺ സിംഗ്, മൽഖൻ സിംഗ് എന്നിവരുടെ മൃതദേഹങ്ങളും കണ്ടെത്തി. സൈനിക നടപടികൾ പൂർത്തിയാക്കിയ ശേഷം തുടർന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുമെന്ന് തോമസ് ചെറിയാന്റെ ബന്ധുക്കൾ പറഞ്ഞു. സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെ ഭാഗമായി കേന്ദ്ര യുവജനകാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള നെഹ്റു യുവ കേന്ദ്രയുടെ ആഭിമുഖ്യത്തിൽ നാളെ തിരുവനന്തപുരം ശംഖുമുഖം ബീച്ചിൽ ശുചീകരണ യജ്ഞം സംഘടിപ്പിക്കും. രാവിലെ 9 മണിക്ക് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ 9 ജില്ലകളിലും തീരപ്രദേശങ്ങളിലും മാഹി, ലക്ഷദ്വീപ് കടൽ തീര പ്രദേശങ്ങളിലും മൈ ഭാരത് വോളണ്ടിയർമാർ ശുചീകരണ പ്രവർത്തനങ്ങളും ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിക്കും. സെപ്റ്റംബർ 17-ന് തുടങ്ങി ഒക്ടോബർ 2-ന് സമാപിക്കുന്ന ക്യാമ്പയിന്റെ ഭാഗമായി സംസ്ഥാനത്തുടനീളം നെഹ്റു യുവ കേന്ദ്രയുടെ ആഭിമുഖ്യത്തിൽ വിപുലമായ ശുചീകരണ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. പ്രശസ്ത ബോളിവുഡ് നടൻ ഗോവിന്ദയ്ക്ക് സ്വന്തം തോക്കിൽ നിന്ന് അബദ്ധത്തിൽ വെടിയേറ്റ് കാലിന് പരിക്ക്. മുംബൈയിലെ വസതിയിൽ ഇന്ന് പുലർച്ചെയാണ് അപകടം ഉണ്ടായത്. സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഗോവിന്ദ അപകടനില തരണം ചെയ്തതായി ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു. തെന്നിന്ത്യൻ സൂപ്പർ സ്റ്റാർ രജനീകാന്തിനെ ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി വൃത്തങ്ങൾ അറിയിക്കുന്നു. ഡൽഹി മുഖ്യമന്ത്രി അതിഷിക്കും മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനും എതിരായ ക്രിമിനൽ മാനനഷ്ട കേസിലെ നടപടികൾ സുപ്രീംകോടതി സ്റ്റേ ചെയ്തു. ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട 30 ലക്ഷം വോട്ടർമാരുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തെന്ന ആം ആദ്മി പാർട്ടി നേതാക്കളുടെ പരാമർശത്തിനെതിരെ ഡൽഹി ബിജെപി നേതാവ് രാജീവ് ബബ്ബറാണ് മാനനഷ്ട കേസ് ഫയൽ ചെയ്തത്. ജസ്റ്റിസുമാരായ ഋഷികേശ് റോയ്, SVN ഭാട്ടി എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഇന്നലെ വിചാരണ കോടതി നടപടികൾ സ്റ്റേ ചെയ്തത്. കേസ് റദ്ദാക്കാൻ തയ്യാറാകാത്ത ഹൈക്കോടതി നടപടിക്ക് എതിരെയാണ് ഇരുവരും സുപ്രീംകോടതിയെ സമീപിച്ചത്. ഇന്ത്യ ബംഗ്ലാദേശ് കാൺപൂർ ക്രിക്കറ്റ് ടെസ്റ്റിൽ ബംഗ്ലാദേശിന് 94 റൺസിന്റെ ലീഡ്. രണ്ടാം ഇന്നിംഗ്സിലെ 4-ാം ദിനമായ ഇന്നലെ 2 വിക്കറ്റിന് 26 റൺസ് എന്ന നിലയിലാണ് ബംഗ്ലാദേശ് കളി അവസാനിപ്പിച്ചത്. 5-ാം ദിനമായ ഇന്ന് കളി പുനരാരംഭിച്ച ബംഗ്ലാദേശ് 67 റൺസിന് പുറത്താവുകയായിരുന്നു. റൺ ചേസിൽ വിജയം കൊയ്യാം എന്ന ആത്മവിശ്വാസത്തിൽ ഇന്ത്യ 4-ാം ദിവസമായ ഇന്നലെ 9 വിക്കറ്റിന് 285 എന്ന നിലയിൽ ആദ്യ ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്തിരുന്നു. 2 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇന്ത്യ 1-0 മുന്നിലാണ്. ISL ഫുട്ബോളിൽ ഇന്ന് ഹൈദരാബാദ് FC ചെന്നൈയിൻ FCയെ നേരിടും. വൈകിട്ട് 7:30-ന് ഹൈദരാബാദിലാണ് മത്സരം. പെറുവിൽ നടക്കുന്ന ഷൂട്ടിംഗ് ജൂനിയർ ലോകകപ്പിൽ ഇന്ത്യയുടെ പാർത്ഥ് രാകേഷ് മാനേയ്ക്ക് ഇരട്ട സ്വർണം. 10 മീറ്റർ എയർ റൈഫിൾ ഇനത്തിൽ പുരുഷന്മാരുടെ ടീം ഇനത്തിലുമാണ് സ്വർണം. വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾ ടീം ഇനത്തിലും ഇന്ത്യ സ്വർണം നേടി. 3-ാം ദിനം മത്സരങ്ങൾ പൂർത്തിയാകുമ്പോൾ 5 സ്വർണവുമായി ഇന്ത്യ മുന്നേറ്റം തുടരുകയാണ്. ഇസ്രായേൽ സൈനിക ആക്രമണം ആരംഭിച്ച തെക്കൻ ലെബനനിൽ സംഘർഷം രൂക്ഷം. അതിർത്തിയിലെ ഹിസ്ബുള്ള താവളങ്ങൾക്ക് നേരെ ഇസ്രായേൽ പ്രതിരോധ സേന നടപടികൾ ആരംഭിച്ചു. തിങ്കളാഴ്ച മാത്രം ലെബനനിൽ 95 പേർ കൊല്ലപ്പെട്ടതായി ലെബനീസ് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. അതേസമയം ലെബനനിലെ ഹമാസ് തലവൻ ഫത്തേ ഷെരീഫ് അബു അൽ അമീൻ വ്യോമാക്രമണത്തിൽ വധിക്കപ്പെട്ടതായി ഇസ്രായേലും ഹമാസും സ്ഥിരീകരിച്ചു. തെക്കൻ ലെബനോനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലാണ് ഹമാസ് നേതാവ് കൊല്ലപ്പെട്ടത്. നേപ്പാളിൽ വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലിലും മരിച്ചവരുടെ എണ്ണം 217 ആയി. 28 പേരെ കാണാതായെന്നാണ് ലഭിക്കുന്ന വിവരം. സുരക്ഷാ ഏജൻസികളുടെ നേതൃത്വത്തിൽ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. റോഡ് ഗതാഗതം പുനഃസ്ഥാപിക്കുവാനുള്ള ശ്രമങ്ങളും നടന്നുവരുന്നു. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ നേപ്പാൾ സർക്കാർ 3 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിൻ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ രാവിലെ കൊട്ടാരക്കര LIC അങ്കണത്തിൽ നിർവഹിക്കും. ഗാന്ധി ജയന്തി ദിനത്തിൽ ആരംഭിച്ച് അന്താരാഷ്ട്ര ശൂന്യ മാലിന്യ ദിനമായ മാർച്ച് 30-ന് സമ്പൂർണ്ണ മാലിന്യമുക്ത കേരളം സാധ്യമാക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇത് നടപ്പാക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജമൈക്കൻ പ്രധാനമന്ത്രി ആൻഡ്രൂ ഹോൾനസുമായുള്ള ഉഭയകക്ഷി കൂടിക്കാഴ്ച ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. വിവിധ ധാരണാപത്രങ്ങളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവയ്ക്കും. ജമ്മുകാശ്മീരിൽ 3-ാം ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. ആദ്യ 2 മണിക്കൂറുകളിൽ രേഖപ്പെടുത്തിയത് 11.6% പോളിംഗ്. സ്വച്ഛ് ഭാരത് മിഷന് നാളെ 10 വയസ്സ്. 9600 കോടിയുടെ ശുചിത്വ പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നാളെ തുടക്കം കുറിക്കും. വയോജനങ്ങളുടെ സംരക്ഷണം സമൂഹത്തിന്റെ കൂടി ഉത്തരവാദിത്തമാണെന്ന ഓർമ്മപ്പെടുത്തലുമായി ഇന്ന് അന്താരാഷ്ട്ര വയോജന ദിനം. ഇന്ത്യ ബംഗ്ലാദേശ് 2-ാം ക്രിക്കറ്റ് ടെസ്റ്റ് കാൺപൂരിൽ പുരോഗമിക്കുന്നു. നേപ്പാളിൽ വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലിലും മരിച്ചവരുടെ എണ്ണം 217 ആയി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30-ന്.